ലോകത്തെ മുഴുവൻ നടക്കുകയും ലോകത്തിൽ ശക്തമായി സ്തോത്രം, അതെ, ലോകരാജ്യങ്ങളെയും രാജാക്കന്മാരെയും കീഴടക്കി ഒരു കൊടുങ്കാറ്റ് പോലെ മുന്നിലേക്ക് പോയ രാജാവായിരുന്നു മഹാനായ അലക്സാണ്ടർ. ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സ്തോത്രം, അതെ, ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് മഹാനായ അലക്സാണ്ടർ എന്നാണ്, അല്ലെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അലക്സാണ്ടറുടെ അവസാന വാക്ക് ഇപ്രകാരമായിരുന്നു. വിഷബാധ എടുത്ത് അദ്ദേഹം സ്തോത്രം മരണക്കിടക്കയിൽ കിടക്കുന്നതായ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി ഞാൻ എഴുന്നേൽക്കുവാൻ പോകുന്നതേ ഇല്ല. ഇനി ഈ രോഗക്കിടക്കയിൽ നിന്ന്, ഈ മരണക്കിടക്കയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കത്തേയില്ല. അതുകൊണ്ട് തന്റെ ചുറ്റും കൂടി നിന്നതായ ആൾക്കാരോട് ഇപ്രകാരം പറഞ്ഞു, അതേ, മെഡിക്കൽ സയൻസ് ഇതാ മരുന്ന് എന്റെ മുൻപിൽ പരാജയപ്പെടുകയാണ്, വൈദ്യന്മാർ എന്റെ മുൻപിൽ പരാജയപ്പെടുകയാണ്, മരുന്നും വൈദ്യന്മാരും എന്റെ മുൻപിൽ പരാജയപ്പെടുന്നത് കൊണ്ട്, സ്തോത്രം, മരുന്നും വൈദ്യന്മാരും എന്റെ മുൻപിൽ പരാജയപ്പെടുന്നത് കൊണ്ട് ഞാനിപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കുവാൻ വേണ്ടി പോകുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ചികിത്സിച്ച ഏത് വൈദ്യന്മാരാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഡോക്ടർമാരാണോ ഉള്ളത്, ആ ഡോക്ടർമാർ തന്നെ എന്റെ ശവപ്പെട്ടി എടുക്കണം. കാരണം അവരൊരു പരാജയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത്. അവർ, സ്തോത്രം, എന്റെ ശവപ്പെട്ടി എടുക്കണം. മാത്രമല്ല, എന്റെ 2 കരങ്ങളും ഒഴിഞ്ഞതായി എന്റെ ശവപ്പെട്ടിക്ക് പുറത്ത് ഇടയണം. കാരണം ലോകം മുഴുവൻ പറഞ്ഞത് ഞാൻ ഏറ്റവും ധനികനായ രാജാവ് എന്നാണ്. ലോകം മുഴുവൻ കാണട്ടെ, ഈ ലോകത്തിൽ നിന്ന് ഞാൻ ഒന്നുമേ കൊണ്ടുപോകുന്നതേ ഇല്ല. ഞാൻ ധനികനായ ചക്രവർത്തിയാണ്, പക്ഷേ ഈ ലോകത്തിൽ നിന്ന് ഞാൻ ഒന്നുമേ കൊണ്ടുപോകുന്നതേ ഇല്ല. മൂന്നാമത് ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുകയുണ്ടായി, സ്തോത്രം, എന്റെ ധനത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രത്നക്കല്ലുകള്, സ്വർണ്ണ നാണയങ്ങള്, വിലയേറിയ വസ്തുക്കള് എന്റെ ശവപ്പെട്ടിക്ക് പിന്നാലെ വാരി വിതറിയിട്ടായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. 3 കാര്യമാണ് അലക്സാണ്ടർ പറഞ്ഞത്. സ്തോത്രം, എന്റെ വൈദ്യന്മാർ അതേ പരാജയപ്പെട്ടു, അതുകൊണ്ട് അവരെന്റെ ശവപ്പെട്ടി ചുമക്കണം. 2, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നതേയില്ല. 3, അതെ, എന്റെ ധനത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എന്റെ വൈഡൂര്യങ്ങളും, എന്റെ ഡയമണ്ട്സ്, എന്റെ വജ്രങ്ങൾ, രത്നക്കല്ലുകൾ ഒക്കെ എന്റെ ശവപ്പെട്ടിക്ക് പിന്നിൽ വിതരണം. സ്വർണം, നാണയങ്ങൾ വിതരണം. മുഴുവൻ ലോകം കാണട്ടെ, എന്റെ ധനത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞതേ ഇല്ല. യുദ്ധങ്ങളെ ജയിച്ചവൻ, രാജ്യങ്ങളെ ജയിച്ചവൻ, രാജാക്കന്മാരെ ജയിച്ചവൻ ജീവിതത്തിൽ തോറ്റു. അലക്സാണ്ടർ പുറത്ത് ജയിച്ചു, പക്ഷെ അകത്ത് തോറ്റു. അലക്സാണ്ടർ പരസ്യത്തിൽ ജയിച്ചു, എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ തോറ്റു. എന്നാൽ നസ്രേനി യേശു കർത്താവ്, അവൻ പുറത്തും ജയിച്ചു, അവൻ അകത്തും ജയിച്ചു. യേശു പുറത്തും ജയിച്ചു, യേശു അകത്തും ജയിച്ചു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.